ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ മുരളീധരൻ, ഈ സുരേഷ് ഗോപി ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന ഈ കലുങ്ക് സംവാദം ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ കൂടിയായിരിക്കാം. പക്ഷെ അത് കൂടുതൽ അപകടത്തിലേക്ക് പോവുകയാണോ നാട്ടുകാരെ സംബന്ധിച്ച്? അല്ല, അത് അദ്ദേഹത്തിന് ഇപ്പോഴും ഭരത്ചന്ദ്രൻ എന്നുള്ള കഥാപാത്രത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരിലേക്ക് ഒരിക്കലും അദ്ദേഹം മാറിയിട്ടില്ല. അതിന്റെ ദോഷമാണ് തന്നെ. അദ്ദേഹത്തിന്റെ അടുത്ത് പരാതി പോയി കഴിഞ്ഞാൽ അത് ഉറപ്പാണ് ഇങ്ങനത്തെ മറുപടിയെ കിട്ടൂ. അത് പിന്നെ പോകുന്നതിൽ ശ്രദ്ധിച്ചാൽ മതി ഭാവിയിൽ, അത്രേ ഉള്ളൂ. എന്നാലും അദ്ദേഹം MP ആണല്ലോ, നാട്ടുകാർക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ മുരളീധരൻ. അത് ശരിയാണ്. പക്ഷെ അദ്ദേഹം ഇതുവരെ രാഷ്ട്രീയക്കാരനായില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഇപ്പോഴും ആ സിനിമാ കഥാപാത്രത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനിയിപ്പോ വോട്ടിലെ ജനങ്ങൾ അനുഭവിച്ചാലേ പറ്റൂ കാലാവധി കഴിയുന്നവരെ. അല്ല, ഈ കലിംഗ സംവാദത്തിൽ അദ്ദേഹം സ്ഥിരം പറയുന്ന ഒരു പരിപാടി, ഞാൻ സിസ്റ്റം തെറ്റിക്കില്ല. സിസ്റ്റം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പരാതികളൊക്കെ BJP ഓഫീസിൽ കൊടുക്കണം, അവിടെ നിന്ന് വെറ്റ് ചെയ്തിട്ട് എനിക്ക് തരും, അങ്ങനെയാണ് അദ്ദേഹം. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ ശരിക്കും? അതെ, ജനപ്രതിനിധിക്ക് നേരിട്ട് കാണണം, അല്ലാതെ ജനപ്രതിനിധിയുടെ ഓഫീസിൽ, പാർട്ടി ഓഫീസിലല്ല കൊടുക്കുക. ജനപ്രതിനിധിയുടെ ഓഫീസിൽ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ജനപ്രതിനിധിയുടെ പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇതുവരെ കേരളത്തിലോ ഇന്ത്യയിലോ കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും പുതിയ സിസ്റ്റമാണ് തുടരുന്നതെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം നമുക്ക് ആർക്കും അംഗീകരിക്കാനും കഴിയില്ല. ശരി, നന്ദി കെ മുരളീധരൻ ഈ വാർത്തകൾ പ്രതികരിച്ചത്.